മാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഉയർപ്പിൻ്റേതായുള്ള ഒരു ചിന്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 ചിന്തകൾ കേട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഉയർപ്പിൻ്റെ ഒരു ചിന്ത, ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2 ശിഷ്യന്മാർ ഹല്ലേലൂയ കടന്നുപോയപ്പോൾ യേശു അവരുടെ കൂടെ നടന്നിട്ട് അവർ യേശുവാണെന്നറിയാത്ത അടുത്തൊരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന് 15-ാം വാക്യത്തിൽ പറയുന്നു, അവർ സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് ഇരിക്കുമ്പോൾ യേശു അവരോട് ചേർന്ന് നടന്നു. എന്നാൽ അവരെ കാണാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ച് ഇരുന്നു. എന്താണ് സംഭവ പശ്ചാത്തലം? യേശു ക്രിസ്തു മരിച്ച് ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ ശിഷ്യന്മാർ ക്ലയാപ്പാവും വേറൊരാളും, ചിലർ പറയുന്ന അവൻ്റെ ഭാര്യയായിരിക്കുമെന്ന്, അവർ തിരിച്ച് ഹല്ലേലൂയ അവർ യാത്ര. എവിടെ നിന്നാണ് അവർ നിന്നത്? യെരുശലേമിലാണ്. യെരുശലേമിൽ നിന്ന് എമ്മൗസിലോട്ട് പോകുന്നു. യെരുശലേം സമാധാനത്തിൻ്റെ പട്ടണം, ഹല്ലേലൂയ അപ്പത്തിൻ്റെ പട്ടണം, അനുഗ്രഹീത പട്ടണം ആണ്, ദൈവമുള്ള പട്ടണം, ദൈവം ജനിച്ചതായുള്ള പട്ടണം. നമുക്കറിയാം, യെരുശലേമേ യെരുശലേമേ എന്നൊക്കെയുള്ള വാക്കുകൾ നമുക്കറിയാം. നീ ചെറുതല്ല എന്നുള്ള വാക്കുകൾ അറിയാം. നിന്നെ ഹല്ലേലൂയ മേയ്പ്പാനുള്ളവൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നുള്ള വാക്യങ്ങൾ, പ്രവചനമൊക്കെയും അവിടെ നമുക്കറിയാം. എന്നാൽ ഇവർ അവിടെ ആശയും പ്രത്യാശയുമാകുന്ന വലിയ പ്രതീക്ഷകളോടൊക്കെ നടന്നതാണ്. രാജാവായിട്ട് അവൻ വരും. എന്നാൽ അവരുടെ ആശയും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അവർ എമ്മൗസിലോട്ട് പോവുകയാണ്. എമ്മൗസ് ഒരു ഇരുട്ടിൻ്റെ പട്ടണമാണ്. ദൈവഭവനത്തിൽ നിന്നും, പ്രകാശമുള്ള പട്ടണത്തിൽ നിന്നും നാശപട്ടണത്തിലോട്ട്, ഇരുട്ടിൻ്റെ പട്ടണത്തിലോട്ട് യാത്ര ചെയ്താൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന സംഗതികൾ നമുക്കോരോന്നും അറിയാം. അവരുടെ ഹല്ലേലൂയ ഒന്നാമതായിട്ട് അവരുടെ ജീവിതത്തിലെ തർക്കമാണ്. അവർ തർക്കിക്കുകയാണ്. ദൈവമില്ല എങ്കിൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തർക്കത്തിൻ്റെ അനുഭവമാണ്. ദൈവമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പിന്മാറ്റമാണ്. അവർ എമ്മൗസിലോട്ട്, ഇരുട്ടിൻ്റെ നാശപട്ടണത്തിലോട്ട് അവർ യാത്ര ചെയ്യുകയാണ്. അത് തന്നെയുമല്ല വായിക്കുന്നുണ്ട്, അവരുടെ മുഖം വാടിപ്പോയി. വാടുക മാത്രമല്ല, അവർ യേശുവിനെ അറിഞ്ഞില്ല. അതിനുശേഷം ഹല്ലേലൂയ അവരുമായിട്ടുള്ള സംസാരത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഹല്ലേലൂയ നിങ്ങൾ എന്തുവാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? നിങ്ങളുടെ മുഖം വാടിയിരിക്കുക ചോദിക്കുക പറഞ്ഞു. നീ മാത്രമേ ഉള്ളൂ ഇതറിയാൻ വയ്യാത്തത്. ഹല്ലേലൂയ യേശു എന്നുള്ള ഒരു മനുഷ്യൻ, അവൻ ഹല്ലേലൂയ രോഗികളെ സൗഖ്യമാക്കി, ഇതൊക്കെയും ചെയ്തു. യഹൂദന്മാർ അവനെ ക്രൂശിച്ചു. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. നീ മാത്രമേ ഉള്ളൂ ഇതറിയാൻ വയ്യാത്തതെന്ന് ഹല്ലേലൂയ അങ്ങോട്ട് ചോദിക്കുക. ആരോടാ ചോദിക്കുന്നത്? ഹല്ലേലൂയ യേശുവിനോടാ ചോദിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, അയ്യോ ഞങ്ങളുടെ കൂടെയുള്ള 2 സ്ത്രീകൾ അതിരാവിലെ കല്ലറയ്ക്കൽ പോയി, അവർ കല്ലറ കല്ലൊക്കെ മാറ്റിയിരിക്കുന്നത് കണ്ടോ, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നീ മാത്രം ഇത് അറിയുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു ഹല്ലേലൂയ അവരോട് ചേർന്ന് നടക്കുകയാണ്. പിന്മാറ്റ അവസ്ഥയിലായിരിക്കുന്ന ഹല്ലേലൂയ നിൻ്റെ ജീവിതത്തിൽ തർക്കിച്ചും മുഖം വാടിയും ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ ഹല്ലേലൂയ മർമ്മങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പിന്മാറ്റക്കാരനാണ് എങ്കിൽ ഈ ഉയർപ്പിൻ്റെ ഈ സ്വതവർത്തമാനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ തമ്പുരാൻ നമ്മോട് പറയുന്നു, അവൻ നമ്മോടുകൂടെ ചേർന്ന് നടക്കുന്നവനാണ്. അവൻ നമ്മെ തള്ളിക്കടയുന്നത് ഒരു ദൈവമല്ല, അവൻ ഇമ്മാനുവേലാണ്, ദൈവം നമ്മോട് കൂടെ എന്നാണ് അവൻ ജനിച്ചപ്പോൾ ഹല്ലേലൂയ ദൂതന്മാർ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഈ ഉയർപ്പിൻ്റെ ഈ സ്വതവർത്തമാനത്തിൽ നമ്മളൊരു പിന്മാറ്റ അവസ്ഥയിലാണെങ്കിൽ നമ്മോട് ചേർന്ന് നടക്കുന്ന ദൈവം, അത് തന്നെയുമല്ല
അവൻ ഹല്ലേലൂയ അവർക്കൊരു ബൈബിൾ ക്ലാസ് കൊടുക്കുകയാണ്. അവരോട് പറയുകയാണ്, മോശ മുഖാന്തരം പ്രവചനങ്ങളെ ഉദ്ധരിച്ച് പറയുകയാണ്. മോശ മുഖാന്തരം പറഞ്ഞ് നീ അറിയത്തില്ലയോ? ഹല്ലേലൂയ അവരുടെ കൂടെ നടന്ന് പറഞ്ഞില്ലയോ? മൂന്നാം നാൾ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ദൈവവചനമൊക്കെയും അവരോട് പറഞ്ഞു കൊടുത്തിട്ട് നേരം സന്ധ്യ ആയപ്പോൾ അവർ പറഞ്ഞ രാപ്പാർക്ക് ഹല്ലേലൂയ ഉടൻ തന്നെ അവൻ അപ്പവും എടുത്തിട്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്തി നുറുക്കി കഴിഞ്ഞപ്പം അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ഞങ്ങളുടെ പ്രാണപ്രിയനാണ്, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നതാണ്, കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് മരിച്ച യേശു ക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു തന്നെയാണ് അവർക്ക് മനസ്സിലാവുകയും ഹല്ലേലൂയ അവർ സന്തോഷിക്കുന്ന ഒരവസ്ഥ. ഉടൻ തന്നെ വാഴ്ത്തി നുറുക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. ഇതുവരെയും ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ശത്രു അവരുടെ കണ്ണ് അന്ധകാരമായിരിക്കുമ്പോൾ ഹല്ലേലൂയ അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാപ്രവചനം 60:1 പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കുരുട് ജാതിയെ മൂടിയിരിക്കുമ്പോൾ ഈ ദൈവത്തെ നീ കണ്ടു കഴിഞ്ഞാൽ 34 സങ്കീർത്തനം 5 വാക്യം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവിടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. നമ്മുടെ ജീവിതത്തിൽ യേശുവില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥ ഹല്ലേലൂയ ഒരു നിരാശയാണ്, ഒരു പിന്മാറ്റമാണ്. നമ്മുടെ മുഖം എപ്പോഴും എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വാടിയിരിക്കും. ജീവിതത്തിലെ തർക്കങ്ങളാണ്. ഹല്ലേലൂയ അങ്ങനെ നടുവിൽ യേശു നമ്മോട് കൂടെ വന്നു കഴിയുമ്പോൾ എന്താണ് നമുക്ക് വേണ്ടുന്നതെല്ലാം തന്ന് പോറ്റി പുലർത്തും. യാത്രയിൽ ഹല്ലേലൂയ ഈ അപ്പവും ഇതെല്ലാം തന്ന് നമ്മെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം. തിരിഞ്ഞു നോക്കിക്കേ, ഹല്ലേലൂയ മരുഭൂമിയിൽ മന്ന തന്നവൻ, മരുഭൂമിയിൽ കാടപ്പക്ഷിയെ തന്നവൻ, ഹല്ലേലൂയ പോറ്റി പുലർത്തിയത് അവസ്ഥ. നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. ഒരു കണ്ണിനും ദയ തോന്നാതെ നിരാശയുടെ നിർച്ചൂഴിയിൽ കിടന്നപ്പോൾ ഈ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃപയാൽ ഈ രക്ഷ നമുക്ക് സ്വായത്തമാക്കി തന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ സമസൃഷ്ടങ്ങളെ കാണുവാൻ, മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ, എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ്. അവർ തിരിഞ്ഞ് ഹല്ലേലൂയ യെരൂശലേമിലോട്ട് പോയി. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ദൈവം നമ്മോട് പറയുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിനൊരു രൂപാന്തരം പ്രാപിച്ചത് ദൈവം പറയുന്ന വാക്കുകൾ ദൈവവചനത്തിൽ കൂടി അനുസരിച്ച് അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അവർ ഒരു തിരിച്ചുപോക്ക് അവർക്ക് ആവശ്യമാണ്. അത് തന്നെയുമല്ല, അവരിത് സംസാരിച്ച് വഴിയിൽ യെരൂശലേമിലോട്ട് പോകുമ്പോൾ അതിന് 35 വാക്യം പറയുന്നുണ്ട്, വഴിയിൽ സംഭവിച്ചതും അപ്പം നുറുക്കി തന്നതും തന്നത് മറ്റുള്ളവരോട് അറിയിച്ചു. അവരെന്ത് ചെയ്തു? ഇത് ദൈവസന്നിധിയിൽ അവർ മറ്റുള്ളവരോട് സാക്ഷ്യം പറഞ്ഞു. ദൈവം നമ്മുടെ ജീവിതത്തിൽ വന്ന് ദൈവം നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, മകനേ, പൂർവ്വ ദിവസത്തെ നീ ഓർത്തു നോക്കുക, മുൻതലമുറയുടെ സംവത്സരങ്ങളെ ചിന്തിച്ച് നോക്കുക. നിനക്ക് ഓർക്കുവാൻ വയ്യായെങ്കിൽ നിൻ്റെ പിതാക്കന്മാരോട് ചോദിര്, അവർ നിനക്ക് പറഞ്ഞു തരും. ഉടുതുണിക്ക് മറുപണിയില്ലാതെ, കിടപ്പാൻ ഭവനമില്ലാതെ, ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ കിടന്നപ്പോൾ ഇത്രത്തോളം കൊണ്ടുവരുവാൻ എന്ത് യോഗ്യത! ഹല്ലേലൂയ മരണവാസങ്ങൾ നമ്മെ ചുറ്റിയില്ലേ? പാതാളവേദനകൾ നമ്മെ പിടിച്ചില്ലേ? കഷ്ടവും സങ്കടവുമായിരുന്നില്ലേ? അതിൻ്റെ നടുവിൽ ഹല്ലേലൂയ നമ്മെ നിർത്തിയത് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്ന് ഹല്ലേലൂയ ഈ ഉയർപ്പിൻ്റെ സ്വതവർത്തമാനം കേൾക്കുമ്പോൾ ഞാനായിരിക്കുന്നത് ഒരു ദൈവകൃപ. അതുകൊണ്ടാണ് ഈ വചനം ഹല്ലേലൂയ ഇപ്രകാരം നിങ്ങളോടൊക്കെയും സാക്ഷിക്കുന്നത്. കഴിവോ യോഗ്യതയൊന്നുമല്ല, കാൽവറിയിലെ ദൈവസ്നേഹം. അങ്ങനെയെങ്കിൽ ഈ ക്ലയാപ്പാവും ആ മറ്റേ ശിഷ്യനും കാണിച്ച മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് ഹല്ലേലൂയ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? ഹല്ലേലൂയ നമ്മൾ എത്ര നാൾ ഈ വചനം കേട്ടതാണ്. ആ വചനത്തിന് മുന്നിൽ നമുക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. എത്ര നാൾ
വൃഥാവായി ഓടി. മനുഷ്യ നിൻ ജീവിതം ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാംക്ഷിക്കും. ഭയം വേണ്ട, ലജ്ജിക്കേണ്ട, രക്ഷിതാവു നിന്നെ വിളിക്കുന്നു. ഹല്ലേലൂയ. എത്ര സ്നേഹത്തോടെ വിളിക്കുന്ന ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കഴിഞ്ഞ 2 ദൂതുകളിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ മഗ്ദലക്കാർത്തിക്ക് മറിയ്ക്ക് കാണുവാൻ സാധിക്കാഞ്ഞത് അവൾ കല്ലറയുടെ അനുഭവത്തിലായിരുന്നു. ഹല്ലേലൂയ. യേശു സ്നേഹിച്ച യോഹന്നാനും പത്രോസിനുമൊക്കെയും ശിഷ്യന്മാർക്ക് അവർക്ക് യേശുവിനെ കാണുവാൻ സാധിക്കാതെ പോയത് അവർ കടലിൻ്റെ അനുഭവമായിരുന്നു. എന്നാൽ ഈ ക്ലെയാപ്പാവിനും മറ്റേ ശിഷ്യനും യേശു അവരോട് ചേർന്ന് നിന്നിട്ട് കാണാനൊക്കാഞ്ഞത് അവരുടെ ജീവിതത്തിൽ എമ്മൗസിൻ്റെ അനുഭവമാകുന്നു, ഇരുട്ടിൻ്റെ അനുഭവമാകുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഹല്ലേലൂയ പ്രകാശമാകുന്ന അരുളി ചെയ്ത കർത്താവ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്ന അരുളി ചെയ്ത കർത്താവ്, ഹല്ലേലൂയ പ്രകാശമാകുന്ന കർത്താവിലോട്ട് നോക്കിക്കൊണ്ട് അനേകരെ ഹല്ലേലൂയ ഈ രക്ഷയുടെ പാതയിൽ നടത്തുവാൻ ആയിരിക്കുന്നിടങ്ങളിൽ സമർപ്പിക്കാം. ഈ ഉയർപ്പിൻ്റെ സന്ദേശം നമ്മളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. അതിനായിട്ട് ദൈവവചനം ഹല്ലേലൂയ നമ്മെ ക്രിയ ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുദിന വേദ ചിന്തകൾ